നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവിടെ ചിലപ്പോൾ ശ്യാമ മേഡത്തിന്റെ മകളാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ എന്തായി പറയുന്നേ? എത്രയോ വർഷമായിട്ട് ഞാൻ ശ്യാമയുടെ കൂടെ ഉള്ളതാ. ശ്യാമയ്ക്ക് അങ്ങനെ ഒരു മകളില്ല. എന്താ വരുൺ? അല്ല മദർ, ഇപ്പൊ ഇവിടുന്ന് പോയതാണോ ഗായിക ശ്യാമ? സിസ്റ്റർ ശ്യാമ പോയോ? ആ, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ആ വരുൺ, സോറി. ശ്യാമ സാധാരണ ഇത്രയും വേഗം പോകാറില്ല, അതാ ഞാൻ. മദർ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ പിന്നെ വരാം. വരുൺ, അത് ഞാൻ വന്നിട്ട് പറയാം മദർ. ഇപ്പൊ വരാം. എന്തു പറ്റി ഈ കുട്ടിക്ക്? ആര്? മാഡം, എന്റെ പേര് വരുൺ. എനിക്ക് ശ്യാമ മാഡത്തിനെ കണ്ടിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും ദൂരം പുറകെ വരികയായിരുന്നു. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ശ്യാമ ആർക്കും കാണാൻ പറ്റില്ല. അത് മാത്രമല്ല, ഒരു പരിചയമില്ലാത്ത നിങ്ങളെപ്പോലെ ഒരാളുടെ അടുത്തേക്ക് ശ്യാമ വരുന്നത് എങ്ങനെയാ? മാഡം 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 പ്ലീസ്, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാ. എന്റെ പേര് വരുൺ. ഞാൻ കണിമംഗലം തറവാട്ടിലെ. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ശ്യാമയെ കാണാൻ പറ്റില്ല. മാഡം പ്ലീസ്. ഞാനാണ് ശ്യാമയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എന്റെ പേര് ഐശ്വര്യ. നിങ്ങൾക്ക് ശ്യാമയോട് പറയാനുള്ള കാര്യം എന്താ? കേട്ടിട്ട് അത്രയും പ്രധാനപ്പെട്ട ഒന്നാണെങ്കിൽ ഞാൻ ശ്യാമയെ വിളിക്കാം. മാഡം, എനിക്കറിയാവുന്നൊരു കുട്ടിയുണ്ട്, രാധിക. അയാൾ ഒരു അനാഥയ. പക്ഷേ കണ്ടാൽ ശ്യാമ മാഡത്തിനെ പോലെ തന്നെ ഇരിക്കും. ആ കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? രാധിക. രാധിക. ശ്യാമ മാഡവും രാധികയും തമ്മിൽ ഒരു വ്യത്യാസവും ഒരുപക്ഷെ അവിടെ ചിലപ്പോൾ ശ്യാമ മാഡത്തിന്റെ മകളാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? എത്രയോ വർഷമായിട്ട് ഞാൻ ശ്യാമയുടെ കൂടെ ഉള്ളതാ. ശ്യാമയ്ക്ക് അങ്ങനെ ഒരു മകളില്ല. മാഡം,
ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് ശ്യാമ മാഡത്തിനോട് പറഞ്ഞേ പറ്റൂ. വരുൺ പ്ലീസ്, നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടുകയും കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ശ്യാമയെ മാത്രമേ നിങ്ങൾക്കറിയൂ. പക്ഷെ ശ്യാമയുടെ അവസ്ഥയോർത്ത് വല്ലാത്ത ദുഃഖത്തിലാ ഞങ്ങള്. എന്തുപറ്റി? ശ്യാമ ഒരു വലിയ രോഗത്തിന് അടിമയാണ്. അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോ പൊതുപരിപാടികൾ പോലും ഒഴിവാക്കി പ്രാർത്ഥനയും അനാഥാലയങ്ങളിലുള്ള സന്ദർശനമൊക്കെ ആയിട്ട് കഴിഞ്ഞു പോവുക. ആ കുട്ടിക്ക് ശ്യാമയോടുള്ള സാമ്യം എത്രയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഈ കാര്യം ഒരിക്കലും ശ്യാമയെ അറിയിക്കരുത്. അസ്വസ്ഥമായ ശ്യാമയുടെ മനസ്സിൽ വീണ്ടും ചിന്തകൾ കാടുകയറിയ ശ്യാമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് കലാലോകത്തിന് വലിയ നഷ്ടമായിരിക്കും. അതോർക്കണം. സോറി മാഡം, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും മാഡത്തിന് ബുദ്ധിമുട്ടിക്കില്ല. ഇത് പറയാൻ ഞാൻ ശ്രമിക്കുമില്ല. താങ്ക്സ്. വരുണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞല്ലോ. ശ്യാമ മാഡം ഈ നാടിന്റെ സമ്പത്തല്ലേ. എത്രയും പെട്ടെന്ന് അവരവരുടെ അസുഖത്തിൽ നിന്ന് മുക്തി നേടട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഡം. വരുൺ, നിന്നെ ദൈവം എത്തിച്ചതാ ഇവിടെ. രാധിക, ശ്യാമയുടെ മകളുടെ പേര്. നീ പറഞ്ഞൊരിക്കലും ശ്യാമ ഇതറിയില്ല. പക്ഷേ അറിയേണ്ടവരറിഞ്ഞല്ലോ. എന്തിനാ അമ്മ എന്നോടിങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അമ്മ ഞാൻ എന്ത് ചെയ്തിട്ടാ? ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് അതുപോലും കുടിക്കുന്നില്ല. അത്രയ്ക്ക് എന്ത് അപരാധം അമ്മയെ ഞാൻ ചെയ്തേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ തല്ലുന്നെങ്കിൽ തല്ലിക്കോ, ഇനി വഴക്ക് പറയണമെങ്കിൽ വഴക്ക് പറഞ്ഞോ. പക്ഷെ എന്നിങ്ങനെ അവഗണിക്കരുത്. മുത്തശ്ശി എന്നോട് ദേഷ്യപ്പെടുമ്പോഴും തല്ലുമ്പോഴും ഒക്കെ എന്നെ ചേർത്ത് പിടിച്ചിരുന്നത് അമ്മയല്ലേ? എന്നിട്ട് അമ്മയ്ക്കും എന്നോട് വെറുപ്പായോ? എനിക്ക് മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. ഒന്ന് പോകുന്നുണ്ടോ നീ? ഞാൻ പോവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.